അടുത്ത മാസം 7-ാം തീയതി കെർവ് ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ടാറ്റ അവരുടെ കെർവിൻ്റെ കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി അതിൻ്റെ പെർഫോമൻസ് റേഞ്ചൊക്കെ കാണിക്കാനായിട്ട് പുതിയൊരു വീഡിയോ പുറത്തുവിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിൽ അവർ ഇന്ന് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഹിമാലയൻ ബെൽറ്റായ സംതാക്ഫു എന്ന് പറഞ്ഞിട്ട് ആ ട്രെക്കിംഗ് സ്പോട്ടിലേക്ക് അവരുടെ ടാറ്റ കെർവിൻ്റെ EV ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അവർ പുറത്ത് ഷെയർ ചെയ്തിരിക്കുന്നത് യൂട്യൂബിൽ. അതായത് ഈ സംതാക്ഫു എന്ന് പറയുന്ന ഡാർജിലിംഗിലുള്ള ഹിമാലയൻ ബെൽറ്റിൽ ഡാർജിലിംഗ് ഹിൽസിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ് ഈ സംതാക്ഫു എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സംതാക്ഫുലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്നതൊക്കെ 4-wheel ഡ്രൈവ് വെഹിക്കിൾസും അവിടെ സംതാക്ഫുവിലെ ഹീറോ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1970 മോഡൽസ് ആയിട്ടുള്ള ലാൻഡ് റോവറുകളാണ് കേട്ടോ അവിടുത്തെ പഴയ ഹീറോസ്. അതുപോലെ ഇപ്പോഴും അവിടെ കൂടുന്നുണ്ട്. അത് ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ്. ഫോറിനേഴ്സ് അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒത്തിരി ട്രെക്കിങ്ങിനുള്ള ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ സംതാക്ഫുവിലെ വളവുകളും തിരിവുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 മീറ്ററിൽ ഒരു ഹെയർ പിൻ വളവ് പോലെ വരുന്ന ഒരു ടൈപ്പിലുള്ള ഒരു ഹിൽ ടെറൈനാണ് കേട്ടോ അവിടെ. അതായത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നാട്ടിൽ നിന്നാണെങ്കിലും ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് കൈ തെളിഞ്ഞതെന്ന് പറഞ്ഞാൽ ജിപ്സിയും ബൊലീറോയും സ്കോർപ്പിയോ ഒക്കെ ഓടിച്ച് ഈ പറയുന്ന ഹിമാലയൻ ബെൽറ്റിൽ വരുന്ന സിക്കിമിലും ഗാംഗ്ടോക്കിലും നോർത്ത് സിക്കിമിലും സൗത്ത് സിക്കിമിലും പോലുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ. ഡാർജിലിംഗിൽ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ഒരു സ്ഥലമായ ഈ സംതാക്ഫുവിലെ 99-100ഓളം ഹെയർപിൻ വളവുകളും അതുപോലെ തന്നെ 11,000 അടി സമുദ്രനിരപ്പിന് മുകളിലുള്ള സ്ഥലമാണ് ഈ സംതാക്ഫു. അത് കാണുമ്പോഴത്തേ നമുക്ക് ഓർമ്മ വരുന്നത് പറഞ്ഞാൽ 6 വർഷം മുമ്പ് റേഞ്ച് റോവറിന്റെ സ്പോട്ട് EV വെച്ചിട്ട് ചൈനയിലുള്ള ടിയാൻമൻ ഒരു മൗണ്ടനിലെ ഹെവൻസ് ഗേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, അതായത് അല്ലെങ്കിൽ ആ ഒരു ഹില്ലിൽ കാണുന്ന ഒരു 999 സ്റ്റെപ്സ് ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ടെറൈനിൽ റേഞ്ച് റോവർ അവരുടെ കഴിവ് തെളിയിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് തെളിയിക്കാനായിട്ട് നടത്തിയ ആ ഒരു ചലഞ്ചായിരുന്നു കേട്ടോ. അന്ന് 6 വർഷം മുമ്പ് റേഞ്ച് റോവർ ഷെയർ ചെയ്ത വീഡിയോ ആണിത്. ആ ഒരു ടിയാൻമൻ മൗണ്ടനിലെ ഹെവൻസ് ഗേറ്റിലേക്ക് 999 സ്റ്റെപ്പുകളും 99ഓളം ഹെയർപിൻ വളവുകൾ ഓടിച്ച് എന്ന് 999ഓളം സ്റ്റെപ്പുകൾ ഓടിക്കയറിയ റേഞ്ച് റോവർ EV സ്പോട്ടിന്റെ വീഡിയോ 6 വർഷം മുമ്പ് ഷെയർ ചെയ്തിരുന്നു. അന്നത്തെ ആ ഒരു സക്സസ് അല്ലെങ്കിൽ ആ ഒരു ചലഞ്ച് ഭയങ്കരമായിട്ട് റേഞ്ച് റോവറിന്റെ ഒരു പെർഫോമൻസിനെ അല്ലെങ്കിൽ സെയിൽസിനെ കുത്തനെ കയറ്റിക്കൊണ്ടായിരുന്ന ഒരു പെർഫോമൻസ് ചലഞ്ചായിരുന്നു ഈ ടിയാൻമൻ മൗണ്ടനിലെ ഈ ഒരു ഡ്രൈവ് കേട്ടോ. അന്ന് ചൈനയിലാണ് അന്ന് നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ വാഹനമായി അടുത്ത മാസം 7-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോകുന്ന ടാറ്റ കെർവിന്റെ EV വെച്ചിട്ട് അവർ ഒരു ചലഞ്ച് നടത്തിയിരിക്കുകയാണ്, സംതാക്ഫു ചലഞ്ച് എന്ന് പറഞ്ഞിട്ട്. ടിയാൻമൻ മൗണ്ടനിലേക്ക് 99 ഹെയർപിൻ വളവുകളും 11,000 അടി മുകളിലെ റേഞ്ചിലേക്ക് ഓടിച്ചു കയറിയ റേഞ്ച് റോവർ EVയുടെ സ്പോർട്ട് വേരിയന്റിനെ പോലെ തന്നെയാണ് നമ്മുടെ ടാറ്റയുടെ ഏറ്റവും പുതിയ EVയിൽ വരുന്ന, അതായത് ടാറ്റ കെർവിന്റെ SUV വരുന്ന EV വേരിയന്റിലേക്ക് കൊണ്ട് നമ്മൾ സംതാക്ഫുവിലേക്ക് ഇവർ ഈ ഒരു ഡ്രൈവ് പോയതിൻ്റെ അല്ലെങ്കിൽ ട്രെക്കിംഗ് സ്പോട്ടിലേക്ക് ഡ്രൈവ് പോയതിൻ്റെ ഒരു മനോഹരമായ വീഡിയോ, അതായത് കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ പെർഫോമൻസും EV ഡീസലോ പെട്രോളോ വാഹനമല്ല, EVയുടെ കേപ്പബിലിറ്റി പെർഫോമൻസും കാണിക്കാൻ വേണ്ടി തന്നെ ടാറ്റ അവരുടെ മാർക്കറ്റിംഗ് വിൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. സംതാക്ഫുവിൽ പോയിട്ടുള്ളവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവിടുത്തെ മനോഹരമായ കുന്നുകളും മനോഹരമായ സ്റ്റീപ്പായിട്ടുള്ള വളവുകളും, അതായത് ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പുകളും അതുപോലെ തന്നെ ഹെയർപിൻ വെൻറ്റുകളും ഒക്കെ വരുന്ന 100ഓളം ഹെയർപിൻ വെൻറ്റുകൾ വരുന്നുണ്ട് ഈ സംതാക്ഫുവിൽ എത്താനായിട്ട്. അതായത് വെസ്റ്റ് ബംഗാളിലെ സിലിഗുഡിയിൽ നിന്ന് പോകുന്ന ഡാർജിലിംഗിൽ ചെന്നിട്ട് നേപ്പാൾ ബോർഡറിലാണ് ഈ സംതാക്ഫു എന്ന് പറയുന്ന സ്ഥലം വരുന്നുണ്ട്. ഇതിനകത്ത് അവർ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ലാൻഡ് റോവർ അവിടെ കിടക്കുന്നതാണ്. 1970 മോഡൽ ലാൻഡ് റോവറാണ് അവിടെ കിടന്നത്. അത് വെച്ചിട്ടാണ് കൂടുതലും ട്രെക്കിങ്ങിനൊക്കെ അവിടെ പോകുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബൊലീറോയും അതുപോലെ തന്നെ ഥാറൊക്കെ പോകുന്നുണ്ടെങ്കിലും ലാൻഡ് റോവറിൽ പോകാനായിട്ട് അവിടെ ബൊലീറോയും അതുപോലെ ഥാറിനൊക്കെ വാങ്ങുന്നതിന് കഴിഞ്ഞും ഡബിൾ ആണ് അവിടുത്തെ ടൂറിസ്റ്റുകളിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫീസ് കേട്ടോ. അവിടുത്തെ ഒരു ഫിക്സഡ് റേറ്റ് ആണ്. ഡാർജിലിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്ന വാഹനങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഡബിൾ റേറ്റിലാണ് ഈ ലാൻഡ് റോവർ വെച്ചിട്ട് അവിടുത്തെ ട്രിപ്പ് പോകുന്നുണ്ട്. കാരണം ലാൻഡ് റോവറിലെ അവിടുത്തെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആണ്. 1970 മോഡലിലെ ആ ലാൻഡ് റോവർ ഇപ്പോഴും അവിടെയുള്ളവർ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവിടെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് അവിടുത്തെ ട്രിപ്പുകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. അപ്പോൾ ആ ലാൻഡ് റോവർ ഓടിയ റൂട്ടിലാണ് ഈ ടാറ്റ കെർവിൻ്റെ EV വെച്ചിട്ട് ഇവർ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ട്രിപ്പ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ട്രക്കിംഗ് നടത്തിയിരിക്കുന്നത് കേട്ടോ. സംതാക്ഫു എന്ന് പറയുന്നത് 11,000 സംതിങ് MSL എബോ അത്ര ഫീറ്റ് എബോ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസംബറൊക്കെ കഴിഞ്ഞാൽ മഞ്ഞ് വീഴുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആഗസ്റ്റ് 7-ാം തീയതി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് വരും ദിവസങ്ങളിൽ ഇനിയും ടാറ്റയിൽ നിന്ന് നമുക്ക് കൂടുതൽ അത്ഭുതങ്ങളും കൂടുതൽ വീഡിയോസും എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. ടാറ്റ കെർവിന്റെ പുതിയ വീഡിയോസ് അപ്ഡേറ്റുകൾ കിട്ടുന്നതനുസരിച്ച് എന്തായാലും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ.